റോബോട്ടിക് സർജറി ഏറ്റവും ആവശ്യമുള്ള കേസസ് എന്ന് പറയുന്നത് ഓപ്പൺ സർജറി അല്ലെങ്കിൽ സാധാരണ സർജന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയിലാണ്. അതിലൊന്ന് വളരെ പ്രധാനമായിട്ട് നമുക്ക് ഉള്ള ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭപാത്ര ക്യാൻസറുകളുടെ ശസ്ത്രക്രിയയാണ്. ഗർഭപാത്ര ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യാൻ ഓപ്പൺ സർജറിയിൽ വലിയ ചാലഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാത്ത കേസുകളുണ്ട്, ഉള്ള കേസുകളുണ്ട്. പക്ഷേ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഉള്ള കേസുകളിൽ റോബോട്ടിക് സർജറി വളരെ യൂസ്ഫുൾ ആണ്. താരതമ്യേന എളുപ്പമായിട്ടുള്ള കേസുകളിൽ പോലും റോബോട്ടിക് സർജറിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. മുറിവിൻ്റെ വലിപ്പമില്ല, വേദനയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ വന്നാൽ അതിൻ്റെ സ്പ്രെഡ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ലിംഫ് ഗ്രന്ഥികളുണ്ട്. അതിനൊക്കെ നമുക്ക് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ റോബോട്ടിക് സർജറി. അതുപോലെ തന്നെ ഗർഭപാത്ര ഗള ക്യാൻസറുകളിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമുക്ക് വളരെ ഡീപ്പായിട്ടാണ് ഗർഭപാത്രത്തിൻ്റെ ഗളം ഇരിക്കുന്നത്. അവിടെ വരെ നമ്മുടെ കൈ എത്തണമെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ലൈറ്റ് അവിടെ എത്തിക്കാനൊക്കെ ഓപ്പൺ സർജറി വലിയൊരു ചാലഞ്ചാണ്. ആ ചാലഞ്ചുകളൊക്കെ നമുക്ക് നന്നായിട്ട് ഈ റോബോട്ടിക് സർജറിയിലൂടെ പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഏരിയ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ സർജറി ഓപ്പൺ സർജറിയിലൂടെ ചെയ്യുന്നതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കാരണം ഒരു കാലത്ത് അത് ചെയ്യുന്നത് നിർത്തിയിരുന്നു സർജന്മാർ. ഇന്ന് അത് ഈ റോബോട്ടിക് സർജറിയുടെ ഒരു വരവോടുകൂടി സർജന്മാർ അത് തിരിച്ച് ചെയ്യുകയും റേഡിയേഷന് പകരം പലപ്പോഴും റോബോട്ടിക് പ്രോസ്റ്റക്ടക്ടമി എന്ന് പറയുന്ന സർജറി, റാഡിക്കൽ പ്രോസ്റ്റക്ടക്ടമി എന്ന് പറയുന്ന സർജറി വളരെ വിജയകരമായി നടക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ നെഞ്ചിനകത്തുള്ള ശസ്ത്രക്രിയകൾ. നെഞ്ചിനകത്തുള്ള പല ശസ്ത്രക്രിയകളും ചെയ്യുന്നതിൻ്റെ പ്രധാന പരിമിതി, നെഞ്ചിനകത്ത് ഒരു സർജറി ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ ഒരു വലിയ മുറിവ് ഉണ്ടാക്കണം. അത്രയും വലിയൊരു മുറിവ് നെഞ്ചിലുണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും കൂടുതലാണ്. അതെല്ലാം ഒഴിവാക്കാൻ പറ്റും ഈ റോബോട്ടിക് സർജറി. പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് നെക്കിലുണ്ടാകും, അല്ലെങ്കിൽ ഈ നമ്മുടെ മുഖത്തിൻ്റെ താഴെ ഭാഗം, അതിനെ നമ്മൾ ക്രേനിയോ ഫേഷ്യൽ സർജറി എന്നാണ് പറയുന്നത്. നാക്കിൻ്റെ അറ്റഭാഗത്ത് ഉള്ളിലെ ഭാഗത്തുണ്ടാകുന്ന സർജറി, ഫാരിങ്സിലുണ്ടാകുന്ന സർജറി, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു കൈ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ടൂള് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് റോബോട്ടിക് സർജറിയിലേക്ക് വളരെ നന്നായിട്ട് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും. പല ജനറൽ സർജറികൾ, അതായത് തൈറോയ്ഡ് സർജറി, ബ്രസ്റ്റ് സർജറി, ഗോൾ ബ്ലാഡർ സർജറി, പിത്തസഞ്ചിയുടെ ശസ്ത്രക്രിയ, അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ചില സെലക്റ്റഡ് കേസുകളിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ജനറലി നമ്മളിതിനെ റിസർവ് ചെയ്യുന്നത് ഇത്തരം കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലക്സ് കേസുകളിലേക്കാണ് എന്ന് പറയാം.